So, hi everyone, this is a mixed review of Barcelona versus Real Betis and Real Madrid versus Celta Vigo match. ഈ രണ്ട് മാച്ചിൻ്റെ മിക്സഡ് റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയേണ്ട ഒരു റിവ്യൂ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ മാച്ച് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മാച്ചിൻ്റെ റിവ്യൂ തന്നെയാണ്. 2006 ശേഷം സെൽറ്റ വിഗോ റയൽ മാഡ്രിഡിനെതിരെ വിജയിക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റയൽ മാഡ്രിഡ് ബെർനാബ്യൂവിൽ ഒരു മാച്ച് കളിക്കുകയാണ്, ബാക്ക് ടു ഹോം. ഓക്കെ, കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ മുമ്പാണ് ബെർനാബ്യൂവിൽ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അതായത് ബാക്ക് ടു ഹോം എന്നുള്ള രീതിയിലൊരു മാച്ച് വന്നിട്ട് അതും സെൽറ്റ വിഗോയെ പോലൊരു ടീമിനെതിരെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് പരാജയപ്പെട്ടു എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് റയൽ മാഡ്രിഡിൻ്റെ. എസ്പെഷ്യലി ദാറ്റ് സെക്കൻഡ് ഗോൾ. ഓക്കെ, ദാറ്റ് ഈസ് എന്താ പറയുക, ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആണ് റയൽ മാഡ്രിഡ് ഓഡിയൻസിന്. ബാഴ്സലോണയുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഹാപ്പിയാണ്. ബാഴ്സലോണ വിജയിക്കുന്നു, ഇൻ്റർ മിയാമി കപ്പെടുക്കുന്നു, റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്നു, ബാഴ്സലോണ ബാക്ക് ടു ടോപ്പ് ഓഫ് ദ ടേബിൾ. അങ്ങനെ മൊത്തത്തിൽ ബാഴ്സലോണയുടെ ഓഡിയൻസ് കംപ്ലീറ്റ് ഹാപ്പിയാണ്. പക്ഷേ റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ഈ ടീം കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതിൻ്റെ മുമ്പത്തെ റിവ്യൂലൊക്കെ പറയുന്നൊരു കാര്യമാണ്, എംബാപ്പയിൽ ഓവർ ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ടീമിന്. ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ഓവറായി ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതാണ് ഇന്നത്തെ മാച്ചിൽ എംബാപ്പെ ഫോം ആയില്ല കഴിഞ്ഞ മാച്ചിൽ. അതുകൊണ്ട് റയൽ മാഡ്രിഡ് ടീം വിജയിച്ചില്ല. ഇതാണോ ഒരു സാബി അലോൻസോയുടെ ടാക്ടിക്സ് എന്ന് പറയുന്നതാണോ പാസ് ടു എംബാപ്പെ? ഇതാണോ? ആണെങ്കിൽ അതൊരു അട്ടർ ഫ്ലോപ്പ് ടാക്ടിക്സ് ആണ്. വൈ ഇതെന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ സീസണിൽ കുഴപ്പമില്ല, ഫെഡറിക്കോ വാൽവർദെ കുറച്ച് ഗോൾ. അതിന് മുമ്പത്തെ സീസണിലൊക്കെ എത്ര ഗോളായിരുന്നു വാൽവർദെയൊക്കെ സ്കോർ ചെയ്തിരുന്നത്. ഈ സീസണിലും ഒരു ഗോൾ പോലും ഇതുപോലെ മര്യാദയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഓർമ്മയില്ല. ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഗോൾ സ്കോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ ഒരു ഗോളെങ്ങാണ്ടായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. ബെല്ലിംഗ്ഹാം കഴിഞ്ഞ മാച്ചിൽ അട്ടർ ഫ്ലോപ്പ് പെർഫോമൻസ് ആയിരുന്നു. വിനീഷ്യസ് ജൂനിയർ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ 2 റെഡ് കാർഡും മാച്ചിൽ. റഫറിയുടെ ഡിസിഷൻസ് പലതും എനിക്ക് ഈ ഒരു മാച്ചിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ മാച്ചിൽ ഐ ഡോണ്ട് നോ വൈ. പലപ്പോഴും റയൽ മാഡ്രിഡ് സെക്കൻഡ് ഹാഫിൽ നല്ല ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന സമയത്ത് ആ ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടി റഫറി പല സമയത്തും വിസിലെടുത്ത് വിളിച്ചോന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ഓക്കെ, സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയനാണ്. എനിക്കറിയില്ല, എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഓക്കെ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി റഫറി, പിന്നെ അതുപോലെ തന്നെ ആ ഒരു കരേരാസിൻ്റെ സെക്കൻഡ് യെല്ലോ കാർഡ് ഡിസൈവിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വേണേ കൊടുക്കാം. ഓക്കെ, 50-50 ചാൻസാണ്, വേണേ കൊടുക്കണം. അത് റഫറി ഡിസിഷനാണ്, അപ് ടു ഹിം. ഫ്രാങ്ക് ഗാർസിയർ ഇത് പ്യുവർ റെഡ് കാർഡാണ്. ഫ്രാങ്ക് ഗാർസിയൻ്റെ അതിൽ വേറെ ചർച്ചയൊന്നുമില്ല. അപ്പം ആദ്യം ഒരു പോയി ഫൗൾ വെച്ചു, മിനിറ്റിനുള്ളിൽ വീണ്ടും ഫൗൾ വെച്ചു, സെക്കൻഡ്സിനുള്ളിൽ വീണ്ടും ഫൗൾ വെച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ടോട്ടലി ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എദർ മിലിറ്റാവോക്ക് മസിൽ ഇഞ്ചുറി ആയിട്ട് കയറിപ്പോയി. അത് ഭയങ്കര ഒരു തിരിച്ചടിയായി. കാരണം എദർ മിലിറ്റാവോണ് ആകെ അവിടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ബോൾ ടാക്കിൾ ചെയ്യുക, ബോൾ വിൻ ചെയ്യുക, നല്ലൊരു പാസ് കൊടുക്കുക, ഓപ്പോസിറ്റ് ഹാഫിൽ പോയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എദർ മിലിറ്റാവോ ആയിരുന്നു. പുള്ളി അങ്ങോട്ട് പോയി. പകരം റൂഡിഗറിനെയാണ്. എനിക്ക് റൂഡിയത് കുഴപ്പമില്ലാതെ ഒരു പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തു, അത്രേ പറയാൻ പറ്റൂ. സോ നമുക്ക് മാച്ചിൻ്റെ ലൈനപ്പിലോട്ട് വരാം. ഗോൾ കീപ്പറായിട്ട് ദിബോ കോട്ടുക, റൈറ്റ് ബാക്കിൽ റൗൾ അസെൻസിയോണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. CB ആയിട്ട് കരേരാസും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എദർ മിലിറ്റാവോ, ലെഫ്റ്റ് ബാക്കായിട്ട് ഫ്രാങ്ക് ഗാർസിയ, പിന്നെ എച്ചോമിനി ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട്, പിന്നെ അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം, എംബാപ്പെ, വിനി, പിന്നെ ഫെഡറിക്കോ വാൽവർദെ, ഇവർ 4 പേരും ആ ഒരു മുമ്പിൽ. ഓക്കെ, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഫോർമേഷൻ തന്നെയാണ് ഈ ഒരു മാച്ചിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അർദ്ധക്കുളറും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ. ലൈനപ്പിൻ്റെ കാര്യമൊക്കെ മൊത്തത്തിൽ ടീം പെർഫോമൻസ് അട്ടർ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫിലൊന്നും വലിയ കുഴപ്പമില്ല, അതേ പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫിൽ നല്ല ഇൻറ്റൻസിറ്റിയിൽ കളിച്ചു, പക്ഷേ ഫിനിഷിങ് വരുന്നില്ല. 30 സംതിങ് അറ്റാക്കുകൾ റയൽ മാഡ്രിഡ് നടത്തി. 10-20-25 ഷോട്ട് അവരടിച്ചു. 9-7 സംതിങ് അത്ര ഓൺ ടാർഗറ്റായി. അതിൽ പോലും ഒരു ഗോൾ കണ്ടെത്താൻ പറ്റുന്നില്ല. വിനീഷ്യസ് ജൂനിയർ, എംബാപ്പെ പവർഫുൾ ഷോട്ട് അടിക്കുന്ന, വാൽവർഡെ, ബെല്ലിംഗ്ഹാം, റോഡ്രിഗോനെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നു. ഇത്രയും നല്ല ഫിനിഷേഴ്സ് ഉണ്ടായിട്ട് ഒരു ഗോൾ പോലും കൊണ്ടുവരാൻ പറ്റില്ല. ആ ഒരു ഗോൾ കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ സെൽറ്റ വിഗോയുടെ കോൺഫിഡൻസ് അവിടെ കളയാൻ പറ്റും. സെൽറ്റ വിഗോ ബെർനാബ്യൂവിൽ വന്നിട്ട് റയൽ മാഡ്രിഡിനെതിരെ എജ്ജാതി പെർഫോമൻസാണ് അവർ പുൾ ഓഫ് ചെയ്ത്. എജ്ജാതി പെർഫോമൻസ്. റയൽ മാഡ്രിഡ് ഹൈ ഇൻറ്റൻസിറ്റിയിൽ പ്രസ് ചെയ്യുന്നത്, അതൊക്കെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യുക സെൽറ്റ വിഗോ. അത് കണ്ടപ്പോഴാണ് എനിക്ക്
ഒന്നും പറയാനില്ല, ഈസി ആയിട്ട് റയൽ മാഡ്രിഡ് ഡിഫൻസിനൊക്കെ ബീറ്റായി പോവാം. ആ ഫസ്റ്റ് ഗോളൊക്കെ വന്നത് ടിക്കി ടക്കാന്ന് പറയേണ്ടി വരും. അച്ചാതി ഗോളായിരുന്നു ആ ഫസ്റ്റത്തെ ഗോളൊക്കെ. എന്തായാലും ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി. എത്ര മിനിറ്റ് അവിടെ ഇഞ്ചുറി ആയിട്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, 1-2 ബിഗ് ചാൻസ് കിട്ടിയിരുന്നു, പക്ഷേ റയൽ മാഡ്രിഡ് മിസ് ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ബിഗ് ചാൻസ് സെൽറ്റാ വിഗോക്ക് കിട്ടി. അവരുടെ നല്ല കിഡിലൻ പാസിങ്ങിലൂടെ അവർക്ക് ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടി, ബിഗ് ചാൻസ് കിട്ടി. അവരത് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. നല്ലൊരു ഫ്ലിക്കിൽ നല്ലൊരു ഗോൾ. ഓക്കെ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്തോ ഗ്രീൻ വേർട്ട് അങ്ങനെ എന്തോന്നാണ് പുള്ളിയുടെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ സൈഡിൽ വെക്കാം. പുള്ളി ആദ്യം ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു. പുള്ളി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫ്രാങ്ക് ഗാർസിയക്ക് ഒരു റെഡ് കാർഡ് കിട്ടുന്നത്. ആദ്യം ഒരു ഫൗൾ വെച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ചങ്ങായി ആ ഫൗൾ എടുത്ത് വിത്തിൻ സെക്കൻഡ്സ് ആ ഫൗൾ ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും അടുത്ത ആളെ പോയി ഫൗൾ വെച്ച് സെക്കൻഡ് യെല്ലോ കാർഡ് വാങ്ങി റെഡ് കാർഡ് മേടിച്ച് കയറിപ്പോയി. ഈ ഫ്രാങ്ക് ഗാർസിയ റെഡ് കാർഡ് മേടിച്ചത് കൊണ്ട് ഉപകാരം ഉണ്ടായത് റയൽ മാഡ്രിഡ് ടീമിനാണ്. കാരണം അതിനുശേഷം റയൽ മാഡ്രിഡ് കാണിച്ചൊരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ചെറുതല്ല. ആ റെഡ് കാർഡ് കിട്ടിയ 10 പേരായി ചുരുങ്ങിയതിന് ശേഷം ഭയങ്കര ഇൻറ്റൻസിറ്റി ആയിരുന്നു. അത് 11 പേരെ വെച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഗോളാക്കാൻ പറ്റിയേനെ. അറിയാം, 10 പേരെ വെച്ച് ആയ സമയത്ത് റയൽ മാഡ്രിഡ് നല്ല ഇൻറ്റൻസിറ്റി കളിച്ചു. വിനീഷ്യസ് ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, പിന്നെ റോഡ്രിഗോനെ കൊണ്ടുവന്നിരുന്നു. റൗൾ അസെൻസിയോ മാറ്റി റോഡ്രിഗോനെ കൊണ്ടുവന്ന് വാൽവർദേനെ റൈറ്റ് ബാക്കിൽ കിട്ടു. അപ്പോൾ അവിടെ നല്ല അറ്റാക്കുകൾ വരാൻ തുടങ്ങി. നല്ല ഇൻറ്റൻസിറ്റികളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അൺഫോർച്ചുനേറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് റയൽ മാഡ്രിഡിൻ്റെ സിറ്റുവേഷൻ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. നമ്മളൊരു 2023 to 24 അല്ലെങ്കിൽ അതുവരെ കണ്ട ഒരു റയൽ മാഡ്രിഡ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ടീം നല്ല ടീമായിട്ട് പെർഫോം ചെയ്ത ഒരു റയൽ മാഡ്രിഡ് ടീമിനെയായിരുന്നു. പക്ഷേ വെൻ എംബാപ്പെ അറൈവ്സ് ടു ദ റയൽ മാഡ്രിഡ് ടീം, എംബാപ്പെ വന്നതിന് ശേഷം ബാലൻസ് തെറ്റിയ ഒരു ടീമാണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അതൊരു സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ അവർ എംബാപ്പെ വന്നതിന് ശേഷം ആ ഒരു അറ്റാക്കിൽ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആൻസലോട്ടിക്ക് പറ്റിയിട്ടില്ല. സാബിക്ക് തുടക്കത്തിൽ കുറച്ച് ബാലൻസ് പറ്റിയെങ്കിലും ബെല്ലിംഗാം തിരിച്ചു വന്നതോടുകൂടി അതും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. മൊത്തത്തിൽ എംബാപ്പെ വന്നതിന് ശേഷം ബാലൻസ് തെറ്റിയ ഒരു ടീമാണ് റയൽ മാഡ്രിഡ് ടീം എന്നെനിക്ക് തോന്നുന്നു പേഴ്സണലി. സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് വേറൊരു ഒപ്പീനിയൻ ആയിരിക്കും. എംബാപ്പെ ഈസ് എ വേൾഡ് ക്ലാസ് പ്ലെയർ. അതിൻ്റെ എംബാപ്പേനോട് ഒരു ഹെയ്റ്റ് ഒന്നുമല്ല, പക്ഷേ എംബാപ്പെ വന്നതിന് ശേഷം ബാലൻസ് തെറ്റിയൊരു ടീമാണ് റയൽ മാഡ്രിഡ്. ആ ഒരു ബാലൻസ് ഇതുവരെ ആയിരിക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സാബി ആയിക്കോട്ടെ, ആൻസലോട്ടി ആയിക്കോട്ടെ, അതൊരു സത്യമാണ്. സോ ഓക്കെ, അതുകൂടി എന്തായാലും റയൽ മാഡ്രിഡ് അങ്ങനെ പോയി. ഫ്രാങ്ക് ഗാർസിയയുടെ റെഡ് കാർഡ് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇടയിൽ എനിക്ക് ഈ റഫറിങ്ങിൻ്റെ വലിയൊരു പ്രശ്നം തോന്നിയത് എവിടെയാണോ, കരേരാസ് ഒരു ബോളും കൊണ്ട് പോവുകയാണ്. കരേരാസിനെ ഫൗൾ വെച്ചു. ആ ബോൾ വിനീഷ്യസ് ജൂനിയറിന് കിട്ടി. വിനി ജൂനിയർ അതും കൊണ്ട് അറ്റാക്ക്. റഫറി എന്ത് ചെയ്തു? വിസിൽ വിളിച്ച് കളി നിർത്തി. എന്തിന്? അഡ്വാൻറ്റേജ് ബോളല്ലേ അത്, എന്തിനത് വിസിൽ വിളിച്ച് കളി നിർത്തണം? ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇറ്റ് ആൻഡ് ദാറ്റ്. അത് സാബി അലൻസോ അത് കണ്ടേക്കത് ചൂടായി. ഓക്കെ, അവിടെ ഔട്ട് ബേസ്റ്റ് ആയി സാബി അലൻസോ. അദ്ദേഹത്തിന് റെഡ് കാർഡല്ല, സോറി, യെല്ലോ കാർഡും കിട്ടി, ഒരു വാണിംഗ് കിട്ടി. അത് ഔട്ട് ബേസ്റ്റ്. എന്തിനത് അവിടെ റഫറി കളി നിർത്തി? അറിയില്ല, അവിടെ കളി നിർത്തി. അങ്ങനെ ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടി റഫറിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇന്നത്തെ കളി കഴിഞ്ഞ മാച്ച് കണ്ടവർക്കറിയാം. അതൊരു എന്താണെന്നറിയില്ല, അതൊരു സത്യമാണത്. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യം സ്ട്രിക്ട്ലി പേഴ്സണലി മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ഓക്കെ, എന്തായാലും അങ്ങനെ പോകുന്നു. റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെയാണ് 90+5 മിനിറ്റാണ് എക്സ്ട്രാ ടൈം കിട്ടിയിരുന്നത്. ആ സമയത്താണ് റയൽ മാഡ്രിഡിനൊരു പെനാൽറ്റി ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ആ ഫ്രീ കിക്ക് കരേരാസ് കുറച്ച് സ്ഥലം മാറിയെടുത്തു. ഓക്കെ, അതായത് ഇവിടെയാണ് പെനാൽറ്റി എടുക്കുന്നതിന് കുറച്ച് അപർന്നെടുത്തു. അതിന് റഫറി എന്ത് ചെയ്തു? കളി മാറ്റി അവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്തിനും റയൽ മാഡ്രിഡിൻ്റെ ഹാഫിലാണുള്ളത്. അതിന് ഓക്കെ ഫൈൻ, അങ്ങനെയൊക്കെ. ആ സമയത്ത് കരേരാസ് എന്തോ പറഞ്ഞു. ഓക്കെ, അത് റഫറിക്ക് ഇഷ്ടപ്പെട്ടില്ല. റഫറി അപ്പോൾ തന്നെ സെക്കൻഡ് യെല്ലോ കൊടുത്തു, റെഡ് കാർഡ് കയറ്റി കരേരാസിനെ കയറ്റി വിട്ടു. അതിൻ്റെ ഇടയിൽ എൻട്രിക്കിന് കിട്ടിയ റെഡ് കാർഡ് ഞാൻ ഇന്ന് രാവിലെ എഡിറ്റബിളാണ് കണ്ടത്. എൻട്രിക്കിന് അതിൻ്റെ ഇടയിൽ മറ്റേ ഡക്കൗട്ടിൽ നിന്ന് എന്തോ പറഞ്ഞതിൻ്റെ റെഡ് കാർഡ് കിട്ടി. അങ്ങനെ 3 പേർക്ക് റെഡ് കാർഡ്. എൻട്രിക്കിന് പിന്നെ ഇറക്കാറില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. കരേരാസിൻ്റെ ഫ്രാങ്ക് ഗാർസിയൻ്റെ കുഴപ്പമില്ല. കരേരാസിൻ്റെ നല്ലപോലെ എഫക്റ്റ് ചെയ്യും ടീമിനെ, ചാൻസ് ഉണ്ട്. സോ അങ്ങനെ കളി കഴിഞ്ഞു. അത് ആ ഒരു റെഡ് കാർഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റയൽ മാഡ്രിഡ് 9 പേര് അറ്റാക്കിന് പോയിക്കുക. ആ സമയത്ത് ഇവർ സെൽറ്റാ വിഗോ എസ്പാസിനെയും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു, അവരുടെ ലെജൻഡ്. അപ്പോൾ പുള്ളി ഇറങ്ങിയതിന് ശേഷം നല്ല ഒരു ഓൾറെഡി സെൽറ്റാ വിഗോ നല്ല ബാലൻസാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എസ്പാസ് നല്ലൊരു ബോൾ ഈ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്ത പുള്ളിക്ക് തന്നെ ഇട്ട് കൊടുത്തു. പുള്ളി മറ്റേ തിബോ കൂട്ടുവിനൊക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് സ്കില്ലിട്ട് അത് ഫിനിഷ് ചെയ്തു. പ്രോപ്പർ ഹ്യൂമിലിയേഷൻ. അതാണ് റയൽ മാഡ്രിഡിൻ്റെ
സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ റയൽ മാഡ്രിഡ് 4 പോയിൻറ്റ്സ് ബിഹൈൻഡ് ഫ്രം ബാഴ്സലോണ എന്ന് പറയുന്നത് റയൽ ബെറ്റീസിനെതിരെ 5-3 എന്നുള്ളൊരു സ്കോറിന് മാസീവ് വിജയം വിജയിച്ചു. റയൽ ബെറ്റീസിൻ്റെ ഹോം മാച്ച് ആയിരുന്നു. ഫസ്റ്റ് ഗോൾ റയൽ ബെറ്റീസാണ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ആൻ്റണി എല്ലാം വെറുതെ ഫണ്ണായിട്ട് പറയുന്നതാണ്. ആൻ്റണി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു. അത് ഓഫ് സൈഡ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ വാർ ചെക്ക് ചെയ്ത സമയത്ത് ജൂൾസ് കുണ്ടയുടെ ബാക്ക് ലെഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ അത് ഓഫ് സൈഡ് അല്ല, ഗോൾ തന്നെയാണ്. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് റയൽ ബെറ്റീസ് മുന്നിലെത്തി. പിന്നെയാണ് നമ്മുടെ ഷാർക്ക് ഫെറാൻ ടോറസ് പുള്ളി ലാൻഡ് ചെയ്യുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു ലമീൻ യമാൽ ജെറാഡ് മാർട്ടിൻ നല്ലൊരു കോമ്പിനേഷനിൽ നല്ലൊരു പാസിങ് നടക്കുക. ആ സമയത്ത് ജെറാഡ് മാർട്ടിൻ എന്ത് ചെയ്തു, ഫെറാൻ ടോറസിന് ഒരു ബോൾ ഫ്ലിക്ക് ചെയ്ത് കൊടുത്തു. ഫെറാൻ ടോറസ് അത് ഷോട്ട് അടിച്ചു, ഗോളായി. ഫസ്റ്റ് ഗോൾ. രണ്ടാമത്തെ ഗോൾ റൂണി ബർദാജീൻ്റെ അസിസ്റ്റിൽ നിന്നും ഫെറാൻ ടോറസ് വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. നല്ലൊരു സൈഡ് ബോളി. ഓക്കെ, മൂന്നാമത്തെ ഗോള് എനിക്ക് തോന്നുന്നു റൂണി ബർദാജി, പെഡ്രി നല്ലൊരു ഗോള് റൂണി ബർദാജി കൊടുക്കുന്നു. ബർദാജി ഒരു ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു. നാലാമത്തെ ഗോള് ബാഴ്സലോണ കണ്ടിന്യൂസ് ആയിട്ട് 39 മിനിറ്റ് ആയപ്പോഴേക്കും 4 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4ാമത്തെ മിനിറ്റിൽ എനിക്ക് തോന്നുന്നു പെഡ്രി തന്നെ വീണ്ടും നമ്മുടെ ഫെറാൻ ടോറസിനെ കൊടുക്കുന്നു, ഷോട്ട് അടിക്കുന്നു, ഗോളാവുന്നു ഔട്ട് സൈഡ് ഫ്രം ബോക്സ്. ഫെറാൻ ടോറസ് കഴിഞ്ഞ മാച്ചിൽ റയൽ ബെറ്റീസിനെതിരെ അടിക്കുന്നതെല്ലാം ഗോളാണ്. ഓക്കെ, തൊടുന്നതെല്ലാം ഗോളാവാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു ഫെറാൻ ടോറസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് 4-1 സ്കോറിൻ്റെ മാച്ച് അങ്ങനെ അവസാനിച്ചു. ഫുൾ ബാഴ്സലോണയുടെ റയൽ ബെറ്റീസ് അറ്റാക്ക് ചെയ്തിട്ടോ ഇല്ല എന്നല്ല, അവരുടെ അറ്റാക്കുകളൊന്നും യോഹാൻ ഗാർസിയ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ബാഴ്സലോണയുടെ ഡിഫൻസ് ടാക്കിൾ ചെയ്യുക, അപ്പോൾ നല്ല അറ്റാക്കുകൾ ഇവർക്കും ഉണ്ടായിരുന്നു, റയൽ ബെറ്റീസിനും ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലാലിഗയിലെ റഫറിങ് തന്നെയാണ്. ആ റാഷ്ഫോർഡ് അടിച്ച ഷോട്ട് റയൽ ബെറ്റീസിൻ്റെ ദേഹത്ത് തട്ടി, പിന്നെ കയ്യിൽ തട്ടി. എങ്ങനെയാണ് അതൊരു പെനാൽറ്റി ആവുന്നത്? എങ്ങനെയാണ് അതൊരു ഹാൻഡ് ബോൾ ആവുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഫസ്റ്റ് കോൺടാക്ട് ഈസ് ബോഡി, ദെൻ ഇറ്റ് ഈസ് ഹാൻഡ്. അതും ഡെലിബറേറ്റ് അല്ല, പെനാൽറ്റി പോലത്തെ ഒരു ഡിസിഷൻ വാർ ചെക്ക് ചെയ്തിട്ട് റഫറി എന്തിനത് കൊടുത്തു? വാർ ചെക്ക് ചെയ്തിട്ട്, അതും കളി കുറച്ചൊന്ന് കണ്ടിന്യൂ ആയി പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ആ ചങ്ങായി വാർ ചെക്ക് ചെയ്തത്. ഇപ്പം പൊട്ടനാണ്, വേണമെങ്കിൽ കൊടുക്കാമെന്ന് പോലും പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഹാൻഡ് ബോളാണത്. അതെന്തിന് കൊടുത്തു? ഫോർ വാട്ട് പർപ്പസ്? കാറ്റിലെറിയണം, അല്ലാതെ എന്താ അതിനൊക്കെ പറയാം. ഇതേമാതിരി മോശം റഫറിങ് എപ്പോഴും ഉണ്ടാവും ലാലിഗയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവരുണ്ട്. അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. എന്തായാലും ആ പെനാൽറ്റി ലമീൻ യമാൽ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ജൂൾസ് കൂണ്ട് ഫൗൾ ചെയ്തതിന് റയൽ ബെറ്റീസിന് ഒരു പെനാൽറ്റി കിട്ടുന്നു, അവരതടിച്ച് ഗോളാകുന്നു, അവരൊരു ഗോളും കൂടി സ്കോർ ചെയ്തു. 5-3 എന്നുള്ളൊരു സ്കോറിന് മാച്ച് അവസാനിക്കുന്നു. ബാഴ്സലോണ ടോപ്പ് ഓഫ് ദ ടേബിൾ. അവരൊരു പെനാൽറ്റി കൊണ്ട് മാത്രം ഒഴിവാക്കേണ്ട ഒരു ടീമൊന്നുമല്ല കേട്ടോ ബാഴ്സലോണ. അതിപ്പോൾ ഓഫ് കോഴ്സ് പറയല്ലോ, റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ടൊരു പെനാൽറ്റി ഇട്ട് കഴിഞ്ഞാൽ മാഡ്രിഡ്, ബാഴ്സലോണയ്ക്ക് ഒരു അനുകൂലമായിട്ടൊരു പെനാൽറ്റി കിട്ടിയാൽ ബാർസലോണ. അങ്ങനെ പല ഡിസ്കഷൻസും അങ്ങനത്തെ കോൺട്രവേഴ്സീസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ റയൽ മാഡ്രിഡിനെതിരെയും ബാഴ്സയ്ക്ക് അനുകൂലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ബാർസലോണയും റയൽ മാഡ്രിഡും. ഇനി അടുത്ത വീക്കെൻഡിൽ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ടും ബാഴ്സയ്ക്ക് എതിരാണെന്നുണ്ടെങ്കിൽ മാഡ്രിഡും ബാഴ്സലോണയും. അതാണ് ആ ഒരു ഡിഫറൻസ്. സോ അതങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ മാച്ച് വീക്കെൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ബാഴ്സലോണ ടോപ്പ് ഓഫ് ദ ടേബിൾ പ്യൂർലി ഡിസേർവിംഗ് ആണ്. അവർ ആസ് എ ടീം അടിപൊളിയായിട്ടാണ് കളിച്ചത്, ഒന്നും പറയാനില്ല. ഓക്കെ, ഒന്നും പറയാനില്ല. പെഡ്രി, റാഫീഞ്ഞ അവരൊക്കെ തിരിച്ചു വന്നതോടുകൂടി ബാഴ്സലോണ ആസ് എ ടീം വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇപ്പോഴും ഇൻഡിവിജ്വൽ പെർഫോമൻസിന് സ്റ്റക്കായി നിൽക്കുകയാണ്. അതെന്ന് റയൽ മാഡ്രിഡ് മാറ്റുന്നു അന്ന് ശരിയാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം അതാണ്. പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. അത്ര ഡെഡ്ലി ഗ്രൂപ്പുകളൊന്നും ഇല്ല. പിന്നെ ക്വാർട്ടർ ഫൈനൽസ് പലതും അടിപൊളിയാവും, പ്രീ ക്വാർട്ടർ അടിപൊളിയാവും എന്നൊക്കെ രീതിയിൽ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഇടാൻ നോക്കാം. സോ നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.